ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ നാളെയാണ് വിഷു. ഇന്ന് വിഷുവിന് തലേന്നുള്ള എന്തിനാണ് അതിന്റെ തിരക്കും കാര്യങ്ങളും സാധനം വാങ്ങിക്കുള്ള തിരക്കൊക്കെയാണ്. നമ്മൾ പ്രതിമയൊക്കെ വാങ്ങിച്ച് കൊന്ന നമ്മളെ വീട്ടിലുണ്ട്. അപ്പം ബാക്കി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ ഒരു കറക്കവും കാര്യങ്ങളായിട്ട് അപ്പൊ ബാക്കി വീഡിയോ കാണാം. ശരി ഗായ്സ്, ഇവിടെ എല്ലാം നമ്മളെ കടമ ജനിച്ചല്ലേ നോക്കിയാണ് അല്ലേ എല്ലാം വെച്ചിട്ടുണ്ട്. അതിന്റെ ഉത്സവം തുടങ്ങി അല്ലേ. ഫ്രൂട്ട്സ് വെക്കോടി, എല്ലാം അല്ലേ. പശുവണ്ടി വരെ ഉണ്ട് കേട്ടോ. ചെറിയ പൈനാപ്പിള് തൂക്കിയിട്ടിരിക്കുന്നത്. ചക്ക അണ്ണന്റെ മാങ്ങ എല്ലാം ചക്ക തന്നെ ഫുള്ള്. ഇവിടെ നോക്കിയോ, വിഷു കൃഷ്ണൻ കണ്ണ എല്ലാം ഉണ്ട് അല്ലേ. ചക്ക വേണ്ട, ചക്ക വില കുറവണ്ട. അവ വില കുറയല്ല. എന്തൊക്കെ എടുത്ത് കണിക്കൊന്നും വേണ്ട, കണിക്കൊന്നും ഉണ്ട്. ഇപ്പൊ ഈ സാധനങ്ങൾ വേണ്ട. എന്തൊക്കെ ഉണ്ട് കാണിച്ചു വിടാൻ ആൾക്കാർക്ക് പറഞ്ഞു വിടണ്ട. കണി ഒന്നും വേണ്ട. അപ്പോഴും ഗൈസ് നമ്മൾ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കാം, കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. മാങ്ങ, പഴുത്ത മാങ്ങ വാങ്ങായിരുന്നു. മഞ്ഞത്തുണി ഉണ്ട്, മഞ്ഞത്തുണി, മഞ്ഞ ഇതൊക്കെ വെള്ളരി, പച്ചമാങ്ങ, പപ്പായ. കാണിച്ചു കൊടുത്തേ. നോക്ക്, ബ്ലോക്ക്. ഇവിടെ നോക്കുക, ഇവിടെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. കണിക്കൊന്നൊക്കെ തീർന്നു, ഭയങ്കര ഡിമാൻഡ് കണിക്കൊന്ന. മഞ്ഞത്തുണി അവിടെ ഉണ്ട്, കരമന എല്ലാം ഒരിടത്ത് തന്നെ മിക്കവാറും എല്ലാം. ഇവിടെ റോഡ് പണി നടക്കല്ലേ. നമ്മൾ നോക്കിയാണ് ഈ ചെറിയ റോട്ടിക്കോട് അല്ലേ. അറിയാതെ ഇതിന് വരികയും ചെയ്ത് ഒരാൾക്ക് നടക്കാം. അങ്ങനെ നമ്മളാണ് കിള്ളിപ്പാടത്ത് നമ്മളെ മുട്ട തട്ടി വന്നല്ലേ കൃഷ്ണ. ഇവിടെ മുട്ട ഉണ്ട് ദിയ. അങ്ങനെ നമ്മൾ അടിപൊളി അല്ലേ. ഞാൻ സിംഗിൾ പറഞ്ഞ്, ഇംഗ്ലീഷ് മോഡ് സിംഗിൾ പറഞ്ഞ്, വൺ സൈഡ് അല്ല ഡബിൾ സൈഡ്. ദിയ വേണ്ടോ ബൊളിസ് അവളെ ഫ്ലേവർ വെച്ച് ബൊളിസ് വാങ്ങിച്ച്. എങ്ങനെ ചൂടല്ലേ, എങ്ങനെയുണ്ട് മക്കളെ? കൊള്ളാം അല്ലേ. അണ്ണയുടെ കട തിരക്ക് നോക്കിയാണ്, ഫുൾ ഹൗസ്ഫുൾ അല്ലേ കട. നമുക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് കണി വെക്കുന്ന എങ്ങനെ വെക്കുമെന്ന് കാണിച്ചു തരാം. അപ്പൊ കഴിച്ച് ഇത് തട്ടം വെച്ച് ദിയ എന്നെ സഹായിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ തട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മഞ്ഞത്തുണി എടുക്കാം. തട്ടം എടുത്തിട്ടുണ്ട്, ഇനി തുണി വിരിച്ചു കൊടുക്കാം. ഇനി കൃഷ്ണനെ ഇരുത്താം. അത് ഞങ്ങൾ കൃഷ്ണൻ ഇതാണ്. അരി ഇതാ തട്ടണം, ഫുള്ള് ചട്ട്. ഓക്കെ, നിരത്തി വേ കൈ വെച്ച്. മതി മതി മതി. അടുത്തത് ഇത് യെല്ലോ. അപ്പോൾ ഇതാ വെള്ളരി വെക്കണം. അടുത്ത വേ. മാങ്ങ വയ്ക്കാൻ പോണ്. അതിൻ്റെ പുറത്ത് ഇനി അപ്പുറത്തെ സൈഡിൽ ഇത് പൈനാപ്പിൾ വേ. അതൊക്കെ വേറെ. ഞാൻ ഫ്രൂട്ട്സ് വെച്ച്, ഇനി വെജിറ്റബിൾസ് വെച്ച് ഇനി ഫ്രൂട്ട്സ് വയ്ക്കാം. ഇനി അടുത്ത ദിയ ഫ്രൂട്ട്സ് വയ്ക്കാൻ പോണ്. ഓറഞ്ച് ഒന്നൊന്ന് വെയ്യേ. വെയ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ആപ്പിള് വെയ് മതി. ഇതാ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ഇതാ കണി റെഡിയായി. ഇനി അടുത്ത് തയ്യാറാൻ പോണ്. വെച്ചോ, ഞാൻ ചരിച്ചു പോയി. നമ്മളെ മുഖം കാണണം വിധം കുറച്ചുകൂടെ മുകളിലോട്ട് പോയി. നേരെ വെയ്, ഒരു ബഹുമാനത്തോടെ. ഐ ലവ് യു ബഹുമാനത്തോടെ വയ്ക്കാൻ പോകുന്നത്. വെച്ചോ വെച്ചോ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെച്ചാൽ മതി. വെച്ചോ. നേരിയത് കാണുമ്പോൾ തിരിച്ചു പോയി. നേരിയത് കാണുമ്പോൾ
ഇതുവേ ഇനി വെറ്റവേ ഇതും തരി ഇത് രണ്ടും ഇതാവേ വെറ്റ് പോവാൻ വാങ്ങിച്ചു തരില്ല അതടുത്ത് ആ ആ അപ്പോൾ അത് നെല്ല് വെച്ച് കൊടുത്ത് ഇനി കരി വെറ്റ വെച്ച് കുങ്കുമം വെച്ച് ഇതാ കരി വെച്ച് അങ്ങനെ ഇതും റെഡിയായിട്ടു ഏകദേശമായി നമുക്ക് കൈസ് ഏകദേശം ആയിട്ടുണ്ട് ഇനി വിളക്ക് വയ്ക്കണം ഓ ഹാരം ഇട്ടോട്ട് വിഷു പടോ വിഷു കണി പടുക്ക വിഷു കണി റെഡി വിഷു ഓ അതിന് ഞാനും പറഞ്ഞത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോണത് ആ കോതിക്കോ കോതിക്കോ അതും കുട്ടി അതൊരിക്കൽ ഇന്ന് തീരെ വിഷു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്തോ തല കോതാൻ പോണ അത് അതറിയാമല്ലോ ചീപ്പാണെന്ന് നമ്മൾ പറയുന്നത് ചീപ്പ് വെച്ചല്ലേ കോതന ഇവിടെയൊക്കെ ചീപ്പാണെന്ന് പറയൊക്കെ കോത് ആ കോതാനൊക്കെ അറിയാം കേട്ടാ ഓടിട്ട് ഇനി പൊട്ടുവേ പൊട്ട് വളം തീരെ നേരത്തെ ഇട്ട് മാല ഇട്ട് പൊട്ട് വെച്ച് ഇനി കരിയും അത് ഗൈസ് ദിയ കണ്ട അടുത്ത് ദിയ പൊട്ട് ഇത് പൂ വയ്ക്കാൻ പോണം ഇതാണ് ദിയര നീങ്ങന്നോ ഇതാണ് ദിയര ഔട്ട്ഫിറ്റ് ഒരിക്കൽ കൂടെ ആ കറങ്ങ് കൊണ്ടുപോവുകയാണ് അതെ വിളക്ക് ഹായ് എന്ന് പ്രാർത്ഥിര് നോക്ക് ദിയ കണി ഇതെടുത്തോ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് ഹായ് നോക്ക് ദിയ തൊഴ് കൈ നീട്ടം കൊടുക്കണത് കൈ കാണിത് ഇങ്ങനെ തൊട്ടിട്ട് അവിടെ കൊണ്ടുപോയി ആ ശരി ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതാ എന്തൊരു